വയനാട്ടിലേക്ക്. വയനാട്ടിൽ വലിയ രീതിയിൽ പുന്നപ്പുഴയിൽ ഇപ്പോൾ വെള്ളപ്പാച്ചിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദീപക് മോഹൻ ഇപ്പോൾ ഈ മണ്ണിടിച്ചിലാണോ അതോ ഉരുൾപൊട്ടലാണോ എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഉത്ഭവ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദീപക്, നമുക്ക് ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? സുജിയ, ഞാൻ നിൽക്കുന്നത് മുണ്ടക്കൈയിലാണ്. മുണ്ടക്കൈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നേരത്തെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി, അന്ന് അടിഞ്ഞുകൂടിയ മണ്ണുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ മേഖലയിലൊക്കെ തന്നെയാണ് ഏറ്റവും മുകളിൽ നിന്ന് ഉരുൾപൊട്ടലുണ്ടായി മണ്ണ് ഇടിഞ്ഞുപോയ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ മേഖലയിൽ, അതായത് നേരത്തെ ഈ വനറാണി എസ്റ്റേറ്റിൽ നിന്ന് ഉണ്ടായ പുതിയൊരു നീർച്ചാലിൽ വലിയ കുത്തൊഴുക്ക് രൂപപ്പെട്ടിരിക്കുന്നു. തൊട്ട് സമീപത്ത് തന്നെ കലങ്ങി മറിഞ്ഞൊഴുകുന്ന വെള്ളം കാണാം. അതിന് സമീപത്തായി തെളിഞ്ഞ നിറത്തിൽ പതഞ്ഞു വരുന്ന ആ വെള്ളം വരുന്നത് വനറാണി എസ്റ്റേറ്റിൽ നിന്നാണ്. അതിന് തൊട്ടടുത്തായി പലയിടങ്ങളിലും പുതിയതായി നീർച്ചാലുകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്നാണ് ആ മേഖലയിലൊക്കെ നീർച്ചാൽ രൂപപ്പെട്ടത്. നേരത്തെ ഈ മുൻപുണ്ടായ ഉരുൾപൊട്ടൽ പ്രഭവസ്ഥാനത്തേക്കുള്ള ദൃശ്യങ്ങൾ ആ മേഖലയിലേക്ക് നമുക്ക് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് അതുലാമ്ര ക്യാമറ ഭാഗത്തേക്ക് ഒന്ന് സൂം ചെയ്യുകയാണെങ്കിൽ കാണാം. അവിടെ കോടമഞ്ഞ് മൂടിയിട്ടുണ്ട്. പക്ഷേ ആ മേഖലയിലൊക്കെ തന്നെ വലിയ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ശക്തമായ കുത്തൊഴുക്കിൽ മണ്ണിടിച്ചിലുണ്ടായതിൻ്റെ ഒരു ദൃശ്യമാണ് ഈ ഭാഗത്ത്. അതായത് നേരത്തെ ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം പുഴ ദിശ മാറി ഒഴുകി പുതിയതായി ഈ ഭാഗത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് സമീപത്ത് മൺകൂരകളുണ്ടായിരുന്നു. പക്ഷേ ശക്തമായ ആ മഴയിൽ ആ മൺതിട്ട ഇടിഞ്ഞു പോയ ഒരു ഭാഗത്തിൻ്റെ ദൃശ്യമാണത്. അതിന് സമീപത്തൊക്കെ ചെറിയ ചെറിയ നീർച്ചാലുകളുണ്ട്. ആ നീർച്ചാലുകളിൽ നിന്നൊക്കെ വെള്ളം പുഞ്ചിരിമട്ടത്തോടു കൂടെ ഒഴുകി താഴെ പുന്നപ്പുഴയിലേക്ക് ചേർന്ന് പുന്നപ്പുഴ ആ ബെയിലിപ്പാലത്തിലേക്ക് ഒഴുകുന്ന ദൃശ്യമാണ്. നമുക്ക് അല്പം ഇങ്ങോട്ട് സൂക്ഷിച്ചു നിൽക്കണം. അല്പം നമുക്ക് ഇങ്ങോട്ട് മാറി നിന്നാൽ കാണാം എത്ര കുത്തൊഴുക്കിൻ്റെ ശക്തി എത്രയാണെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. കാരണം നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം നേരത്തെ ഇത്ര വലിയ കുത്തൊഴുക്കുണ്ടായിരുന്നില്ല. പക്ഷേ കനത്ത മഴയെ തുടർന്നാണ് ഈ ഭാഗത്ത് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായി രൂപപ്പെട്ട മണ്ണിട്ടകളൊക്കെ ഇടിഞ്ഞ് വലിയ ഒരു ഗർത്തം പോലെയൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതായത് ഉരുൾപൊട്ടലല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ ഉരുൾപൊട്ടി അവിടെ ദുർബലമായി കിടന്ന പ്രദേശമാണ്, നോഗോ സോണായി കണ്ടെത്തിയതാണ്. അവിടെ വീണ്ടും മണ്ണിടിഞ്ഞിട്ടുണ്ട്. മണ്ണിടിച്ചിലിനൊപ്പം തന്നെ അവിടെ ദുർബലാവസ്ഥയിൽ നിന്നിരുന്ന പാറകൾ, അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടലിന്റെ അവശിഷ്ടങ്ങൾ, അതൊക്കെ പലയിടങ്ങളിലായി തടഞ്ഞു നിന്നിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഒഴുകി വരുന്നത്. അതല്ലേ നമ്മൾ കാണുന്നത്. സുജയ, അതെ, അതുതന്നെയാണ്. നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് മണ്ണിട്ടകൾ രൂപപ്പെട്ടിരുന്നു. ആ മേഖലയിൽ ഒക്കെ തന്നെ വനം വകുപ്പ് ഈ മേഖലയിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുകളിലുള്ള കുത്തൊഴുക്ക് നിന്നോ മുണ്ടക്കൈ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ്. തുടക്കം മുതൽ തന്നെ നിങ്ങളിവിടെ ഉണ്ടായിരുന്നു അല്ലേ? തുടക്കം മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളെ വണ്ടിയിലാണ് കുറേ തൊഴിലാളികൾ അപ്പുറത്ത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിമട്ടം റോഡ് മൊത്തം വെള്ളത്തിലുള്ളത്, അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. നമ്മൾ തന്നെ ഒളിച്ചു പോകുന്ന ഒരു അവസ്ഥയിലായതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത്. സ്ഥാനത്തേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അവിടെ എത്താൻ പറ്റുന്നില്ല. നിലവിലുള്ള ഒരു സ്ട്രീമിൽ മാത്രമേ കലക്ക് നീങ്ങിയ വെള്ളം ഇറങ്ങുന്നുള്ളൂ. മറ്റേത് നല്ല ക്ലിയർ തെളിഞ്ഞ വെള്ളം വരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒന്ന് താഴ്ന്നതിന് ശേഷം അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. സുജിയ, മുണ്ടക്കൈ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രദീപ് കുമാറാണ് നമ്മളോട് പ്രതികരിച്ചത്. ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലുണ്ടായി എന്ന ആ സൂചന കിട്ടിയ സമയം തന്നെ വനംവകുപ്പിന്റെ ജീവനക്കാർ ആ മേഖലയിലേക്ക് എത്തിയിരുന്നു. അവർ ആ മേഖലയിലൊക്കെ തന്നെ പരിശോധന നടത്തി. അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ഇവരാണ് ആദ്യം അവിടെ നിന്ന് പുറത്തേക്ക് കടത്തിയത്. ഒപ്പം ഈ പുഞ്ചിരിമട്ടത്തിന് മുകൾ ഭാഗത്ത് റോഡിലേക്ക് വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമാണ് അല്ലേ? നിലവിൽ നല്ല വെള്ളമാണ്. റോഡിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. ആ റോഡ് തന്നെ പല ഭാഗം ഒഴുകി പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നടക്കാനും വണ്ടി പോലും കയറാൻ പറ്റുന്നില്ല. അത്രയും നല്ല ഒരു നമ്മളെ ഇത്രത്തോളം വെള്ളത്തിലാണ്. പുഞ്ചിരിമട്ടത്തിന് മുകൾ ഭാഗത്ത് ഏത് ഭാഗത്താണെന്ന് കൃത്യമായിട്ട്, പക്ഷേ ആ വെള്ളം റോഡിലൂടെ ഒഴുകി വരുന്ന വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ നിലവിലെ സ്ട്രീമിലെ ഒരു സ്ട്രീമിൽ മാത്രമേ കലങ്ങിയ വെള്ളം ഒഴുകുന്നുള്ളൂ. അത് മണ്ണിടിച്ചിൽ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലായിരിക്കാം, അല്ലെങ്കിൽ നിലവിൽ അവിടെ പൊട്ടി നിൽക്കുന്ന അത് മൊത്തത്തിൽ ഒഴുകിയതാകാൻ സാധ്യത. അതായത് മുൻപ് വെള്ളരിമലയിലുണ്ടായ പൊട്ടലുണ്ടായ ഭാഗത്തോട് ചേർന്ന സ്ഥലത്തു നിന്നാണ് നമുക്കിപ്പോൾ ഒരു സംശയത്തിൽ നമ്മൾ നിൽക്കുന്നത്. അവിടെ അതായത് നിലവിൽ അടങ്ങി നിൽക്കുന്ന മണ്ണൊക്കെ ഒഴുകി വരാതാണ് നമുക്ക് തോന്നുന്നത്. കാരണം നിലവിൽ ഒരു സ്ട്രീമിൽ മാത്രമാണ് കലങ്ങിയ വെള്ളം ഒഴുകുന്നത്. അവിടെ ആളുകളുണ്ടോ? ഇല്ല, ആരുമില്ല. മേൽഭാഗത്ത് ആരുമില്ല. ഞങ്ങൾ പരിശോധിച്ചു, ആരുമില്ല. തൊഴിലാളികളൊക്കെ അപ്പുറത്തെത്തിച്ചു. വനം വകുപ്പിന്റെ ഈ മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷനിലുള്ള വനം വകുപ്പ് ജീവനക്കാരാണ് ആദ്യം ഈ മേഖലയിലേക്ക് എത്തിയത്. അവർ പുഞ്ചിരിമട്ടത്തിന് തൊട്ടടുത്തുള്ള മുകൾ ഭാഗത്തേക്ക് എത്തി. പ്രഭവസ്ഥാനത്തേക്ക് എത്താൻ ശ്രമിച്ചെങ്കിലും ശക്തമായ കുത്തൊഴുക്കിനെ തുടർന്ന് ആ ഭാഗത്തേക്ക് എത്താനായില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളെ അടക്കം ഇവരാണ് ആദ്യം ഈ മേഖലയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചത്. നേരത്തെ നമ്മൾ പറയുകയുണ്ടായി, ബന്ധപ്പെട്ട അധികൃതരോ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ആരും തന്നെ ഈ മേഖലയിലേക്ക് എത്തിയില്ല. ഫയർഫോഴ്സും വില്ലേജ് ഓഫീസറും ഒക്കെ എത്തിയത് വളരെ താമസിച്ചാണ്. പക്ഷേ അതിനു മുൻപ് രാവിലെ തന്നെ ഈ
ഈ മേഖലയിലേക്ക് എത്തി ആ മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ വനംവകുപ്പ് ജീവനക്കാരുടെ പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഒരു ഭാഗത്ത് കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുന്നപ്പുഴയിലെ കുത്തൊഴുക്ക്, ആ ഭാഗത്തേക്ക് വനറാണിയിൽ നിന്ന് ശക്തമായി വെള്ളം ഒഴുകി വരുന്നു. അതിന് സമീപത്ത് തന്നെ ശക്തമായ നീർച്ചാലുകൾ, പുതിയതായി രൂപം കൊണ്ട നീർച്ചാലുകളുണ്ട്. നമുക്ക് കുറച്ച് മാറി നിന്നാൽ കൃത്യമായ ദൃശ്യങ്ങൾ ലഭിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് അതുലാംബ്ര ഈ ഭാഗത്തേക്ക് നിൽക്കുകയാണെങ്കിൽ ഉരുൾപൊട്ടലുണ്ടായ ആ മേഖലയിൽ, നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ ആ പ്രഭവ സ്ഥാനത്തേക്ക് പുതിയതായി നീർച്ചാലുകൾ രൂപപ്പെട്ടതിന് ദൃശ്യങ്ങൾ കാണാം.